നമസ്കാരം. ബി.ജെ.പിയെ വിലയിരുത്തുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അബദ്ധങ്ങൾ കൊണ്ട് മത്സരിക്കുകയാണ്. അതിന് മാധ്യമങ്ങൾ തമ്മിൽ ഭേദമൊന്നുമില്ല. പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും അതിനുശേഷവും നടന്ന സംഭവവികാസങ്ങളെ വിലയിരുത്തുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും പല രാഷ്ട്രീയ നിരീക്ഷകരും അപഹാസ്യരും പരിഹാസ്യരുമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതിന്റെ വാസ്തവം. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോലെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ചർച്ചാ വിഷയമായിട്ടില്ല. എന്തുകൊണ്ടാവാം അത് മറ്റൊന്നുമല്ല, അവിടെ ബി.ജെ.പിക്ക് വലിയ ഒരു വിജയ സാധ്യത ഉണ്ടായിരുന്നു. ബി.ജെ.പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. ബി.ജെ.പിക്ക് ഒരുപാട് സാധ്യതകൾ അവിടെയുണ്ട്. ബി.ജെ.പിയുടെ അടിത്തറ വളരെ ശക്തമാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് ബി.ജെ.പി ജയിച്ചേക്കാം എന്ന ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനി കേവലം 1.5 വർഷം മാത്രം ബാക്കിയുള്ള നിയമസഭയിലേക്ക് നടക്കുന്നതായിട്ടുകൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇത്രയധികം ചർച്ചാ വിഷയമായത്. അതിന് കൊഴുപ്പ് കൂട്ടാൻ എന്ന വണ്ണം സന്ദീപ് വാര്യരുടെ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള പോക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളും ഉണ്ടായി. അപ്പോൾ മുതൽ സന്ദീപ് വാര്യരുടെ പോക്ക് ബി.ജെ.പിയെ നെടുകെ പിളർത്താൻ പോകുന്നു എന്ന മട്ടിലായിരുന്നു ആ സമയത്ത് വന്ന നറേറ്റീവുകൾ. സന്ദീപ് വാര്യർ മാത്രമല്ല, പാലക്കാട് മുനിസിപ്പൽ ഭരണത്തിനെ അപ്പാടെ തള്ളിമറിച്ചുകൊണ്ട് 8 കൗൺസിലർമാർ, 100-ലധികം ബി.ജെ.പി പ്രവർത്തകർ, ഭാരവാഹികൾ ഇവരെല്ലാം സന്ദീപിനൊപ്പം കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു ആ ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അവിടെ പോയത് സന്ദീപ് വാര്യർ മാത്രമാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ബി.ജെ.പി തോറ്റു, കോൺഗ്രസ് നല്ല നിലയിൽ വിജയിച്ചു. അപ്പോൾ മുതൽ ഉണ്ടാകുന്ന ഒരു നറേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട്ട് ബി.ജെ.പിയുടെ അടിത്തറ പൂർണ്ണമായും തകർന്നു, കെ സുരേന്ദ്രൻ രാജിവെക്കാൻ പോകുന്നു, കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു, പാലക്കാട് നിന്നുള്ള കൗൺസിലർമാർ രാജിക്കൊരുങ്ങുന്നു. അങ്ങനെ കേരളത്തിലെ ബി.ജെ.പി പാടെ തകർന്നു പോകാൻ പോകുന്നു എന്ന രീതിയിൽ അന്ന് മുതൽ, കഴിഞ്ഞ 23-ാം തീയതി മുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. എന്താണോ ഇവർ ആഗ്രഹിക്കുന്നത്, എന്താണോ ഇവർ പ്രതീക്ഷിക്കുന്നത്, അതൊന്നുമല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അവസാനം ഇന്നലെ വന്ന ഒരു നറേറ്റീവ് ഉണ്ട്. അതായത് ആധികാരികമായ സോഴ്സിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു മാധ്യമം ഇവിടെ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ബി.ജെ.പിയിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഒരു റിപ്പോർട്ട് പോയിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ശോഭാ സുരേന്ദ്രനും അവിടെയുള്ള 3-4 കൗൺസിലർമാരും ഒത്തുചേർന്ന് വർക്ക് ചെയ്തതുകൊണ്ടാണ് വിജയിക്കാതിരുന്നത്. മാത്രമല്ല, അവർ വോട്ട് കുറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം പരിശ്രമിച്ചു എന്ന രീതിയിലും കൂടിയായിരുന്നു ഇന്നലത്തെ ചർച്ച. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചർച്ച നടക്കുമ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ബി.ജെ.പി നിശ്ചയിച്ച ഒരു വൻ പൊതുസമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ബി.ജെ.പിയെ പിളർത്താൻ ശ്രമിക്കുന്ന, ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന, ബി.ജെ.പിയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്ന ആ നേതാവ് ബി.ജെ.പി നിശ്ചയിച്ച പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച ചെയ്യുന്ന അതേ സമയത്ത്. സുഹൃത്തുക്കളെ, എന്താണ് ഈ മാധ്യമങ്ങൾക്ക് സംഭവിക്കുന്നത്? അവർക്ക് എല്ലാ പാർട്ടികളിലും വിവരങ്ങൾ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ പാർട്ടികളിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ചാണ് ഇവർ നിരീക്ഷണങ്ങൾ നടത്തുന്നത്, ഇവർ നിഗമനങ്ങളിലെത്തും. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ നിഗമനങ്ങളൊക്കെ ഏറെക്കുറെ ശരിയാവാറുണ്ട്. എന്നാൽ ബി.ജെ.പിയെയോ സംഘപരിവാറിനെയോ സംബന്ധിച്ച് വരുന്ന വിവരങ്ങളാകുമ്പോൾ അവർ പൂർണ്ണമായും പരാജയപ്പെടുകയാണ്. അവർ വിഡ്ഢിത്തങ്ങൾ മാത്രമാണ് പറഞ്ഞു കൂട്ടുന്നത്, ചെയ്തു കൂട്ടുന്നത്. എന്താണോ ഇവർ ആഗ്രഹിക്കുന്നത്, എന്താണോ ഇവർ പ്രതീക്ഷിക്കുന്നത്, എന്താണോ ഇവർ പ്രവചിക്കുന്നത്, അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ബി.ജെ.പിയിൽ ഒരു പൊട്ടിത്തെറിയും സംഭവിക്കുന്നില്ല, ബി.ജെ.പിയിൽ ഒരു പിളർപ്പും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാവാം മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ബി.ജെ.പിയെ നിരീക്ഷിക്കുമ്പോൾ ഇവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് രസകരമായിരിക്കും. ആദ്യം മനസ്സിലാക്കുക, ബി.ജെ.പി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ബഹുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. തീർച്ചയായും അതിൻ്റെ അകത്ത് സമൂഹത്തിൻ്റെ പല തുറകളിൽപ്പെട്ടവരുണ്ടാകും, ഒരുപാട് പ്രവർത്തന പാരമ്പര്യമുള്ളവരുണ്ടാകും, പുതിയതായിട്ട് വന്നവരുണ്ടാകും, ചെറുപ്പക്കാരുണ്ടാകും. അങ്ങനെ സമസ്ത ജീവിത മേഖലകളിൽ നിന്നുള്ളവരും ആ രാഷ്ട്രീയ പാർട്ടിയിലുണ്ടാകും. സ്വാഭാവികമായി അതിൻ്റേതായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം അവിടെ ഉണ്ടാകും.
അതിൻ്റെ പ്രതികരണങ്ങളായി ചില ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് വന്നെന്നിരിക്കും, ചിലർ പ്രതികരിച്ചെന്നിരിക്കും, ചിലർ രൂക്ഷമായി സംസാരിച്ചു എന്നിരിക്കും. പക്ഷേ അതൊന്നും പാർട്ടിയുടെ പിളർപ്പിലേക്കോ തകർച്ചയിലേക്കോ പോകാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ വിലയിരുത്തേണ്ടത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നോക്കൂ, BJP എന്ന് പറയുന്നത് സംഘപരിവാറിൽപ്പെട്ട ഒരു സംഘടനയാണ്. പരിവാർ എന്നാൽ കുടുംബം, സംഘപരിവാർ എന്ന് പറഞ്ഞാൽ സംഘകുടുംബം. രാഷ്ട്രീയ സ്വയംസേവക സംഘം നേതൃത്വം നൽകുന്ന ആ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് BJP എന്ന് പറയുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമാണ് RSSൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാതെ കക്ഷി രാഷ്ട്രീയം, രാജനൈതിക രംഗം അങ്ങനെയുള്ള രാഷ്ട്രീയമല്ല. അങ്ങനെ സമൂഹത്തിൻ്റെ ഹിതം, രാഷ്ട്രത്തിൻ്റെ ഹിതം മാത്രം, അങ്ങനെയുള്ള ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട ഒരു സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക്, അത് രാഷ്ട്രീയ സംഘടനയാകട്ടെ, സാമൂഹ്യ സംഘടനയാകട്ടെ, വിദ്യാർത്ഥി സംഘടനയാകട്ടെ, തൊഴിലാളി സംഘടനയാകട്ടെ, എന്തുമാകട്ടെ, ആ സംഘടനയ്ക്ക് ഒരിക്കലും മറ്റ് രാഷ്ട്രീയ സംഘടനകളെ പോലെ ആകാൻ കഴിയില്ല. തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം മീതെ ആദർശത്തിൻ്റെ ഒരു കുട, ആദർശത്തിൻ്റെ ഒരു തണൽ, ആദർശത്തിൻ്റെ ഒരു ചരട് ഇവരെ എപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കും. അതേപോലെ BJP എന്ന് പറയുന്നത് നേതാക്കന്മാരുടെ സംഘടനയല്ല. ആ സംഘടനയുടെ നിലനിൽപ്പിൻ്റെയും കരുത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ പ്രവർത്തകരാണ്. ഈ സാധാരണ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മോഹിക്കാതെ, യാതൊരു സ്വാർത്ഥമോഹങ്ങളുമില്ലാതെ ആദർശത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ്. അന്നന്നത്തെ ജോലി ചെയ്ത് കുടുംബം കഴിയുന്നവർ അവർക്ക് ലഭിക്കുന്ന സമയം കൊണ്ട്, അല്ലെങ്കിൽ അവർ സമയമുണ്ടാക്കി ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം കഴിഞ്ഞു അവർ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കുകയോ മോഹിക്കുകയോ ചെയ്യാതെ സംഘടനയ്ക്ക് വേണ്ടി ജീവിതം തന്നെ ഹോമിക്കാൻ തയ്യാറായ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് BJP എന്ന രാഷ്ട്രീയ സംഘടനയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സമർപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് വളർന്നു വന്നവരാണ് BJPയുടെ നേതൃത്വത്തിലുള്ളതും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും, എന്തൊക്കെ വ്യക്തിപരമായ ഇഷ്യൂ ഉണ്ടായാലും, സംഘടനാ താല്പര്യങ്ങൾക്ക് മുകളിൽ അവർക്ക് ചിന്തിക്കാനാവില്ല, അവർക്ക് പോകാനാവില്ല. ആദർശത്തെ അടിയറ വയ്ക്കാനോ പണയം വെക്കാനോ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും മാധ്യമങ്ങളുടെയും ഈ രീതിയിലുള്ള വിലയിരുത്തലുകൾ BJPയുടെ കാര്യത്തിൽ പിഴച്ചു പോകുന്നത്. എന്നാൽ കോൺഗ്രസിനോ CPMനോ അതുപോലെയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കോ ഒന്നും രാഷ്ട്രീയ സ്വയംസേവക സംഘം നൽകുന്നത് പോലെയുള്ള ഒരു ആദർശത്തിൻ്റെ തണലോ ചരടോ ഇല്ല. CPM ഒരു കാലത്ത് ആദർശ രാഷ്ട്രീയം അവർക്കുണ്ടായിരുന്നു, തത്വാധിഷ്ഠിത രാഷ്ട്രീയം അവർക്കുണ്ടായിരുന്നു, പ്രത്യയശാസ്ത്ര കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രത്യയശാസ്ത്രം തന്നെ കാലഹരണപ്പെട്ട്, ആ പ്രത്യയശാസ്ത്രം തന്നെ ഇല്ലാതായതോടുകൂടി കോൺഗ്രസ് പോലെയോ അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ സംഘടനയോ പോലെയുള്ള ഒരു ആൾക്കൂട്ടം മാത്രമായി CPMഉം മാറിക്കഴിഞ്ഞു. അവർ പഴയ കമ്മ്യൂണിസത്തിൻ്റെ ബാക്കിപത്രമായി അവരിലുള്ളത് അഹങ്കാരവും താൻ പോരിമയും ഫാസിസവും അടിച്ചമർത്തലും മാത്രമാണ്. അല്ലാതെ ആദർശത്തിൻ്റെതായ യാതൊരു രക്തശുദ്ധിയും ഇന്ന് CPMനില്ല. അതുകൊണ്ട് തന്നെ ആ സംഘടനകളിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടുകൾ ഏറെക്കുറെ ശരിയാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വിലയിരുത്തലുകൾ ശരിയാകാറുണ്ട്. എന്നാൽ BJP അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് CPMനെയും കോൺഗ്രസിനെയും വിലയിരുത്തുന്നത് പോലെ BJPയെ വിലയിരുത്തുമ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമെല്ലാം വലിയ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. നമസ്കാരം.